Hi friends, welcome to I Choose Kitchen. ഇന്ന് ഞാൻ അറേബ്യൻ റൈസായ കബ്സയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ റൈസാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ചിക്കൻ കുഴിമന്തിയുടെ റെസിപ്പി ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ആ ചിക്കൻ കുഴിമന്തിയുടെ റെസിപ്പി കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് കബ്സ തയ്യാറാക്കാം. കബ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളമുള്ള റൈസ് വേണം ഈ കബ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി നമ്മൾ കബ്സ ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇട്ടാൽ ഉടനെ തന്നെ അത് ആയി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ കബ്സ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടർ ചേർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ, കറുകപ്പട്ട, ഗ്രാമ്പു, തക്കോലം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 6 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സവാള ഒന്ന് വഴന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയും പച്ചമുളകാണ്. ഞാൻ ഇതിലേക്ക് ഒരു 6 തക്കാളിയും 8 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് നമുക്ക് ഒന്ന് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് പേസ്റ്റ് ആക്കി എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കാം. മന്തി മസാല, കബ്സ മസാല എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ കുഴിമന്തി ഉണ്ടാക്കുമ്പോഴും ഈ മസാല തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മന്തി മസാല അല്ലെങ്കിൽ കബ്സ മസാല ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഈ കബ്സ മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് ചേർത്ത് കൊടുത്താലും മതി.
അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ കബ്സ മസാല പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ടേസ്റ്റിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 2.5 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കബ്സക്ക് കുറച്ചും കൂടി വലിയ പീസാക്കിയിട്ട് ചിക്കൻ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് ചെറിയ പീസായിട്ടാണ് കിട്ടിയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ചിക്കൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ചിക്കനിലേക്ക് ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് 2 ഉണക്കനാരങ്ങയാണ്. ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉണക്കനാരങ്ങയിലേക്ക് 2 ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ ചിക്കൻ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരുപാട് വേവേണ്ടിയൊന്നും ആവശ്യമില്ല. പകുതി വേവിനേക്കാൾ കുറച്ചും കൂടി വെന്ത് മതി. ഇനി നമ്മൾ ഈ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പാകത്തിന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ പകുതി വേവിനേക്കാൾ കുറച്ചും കൂടി വെന്തിട്ടുണ്ട്. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ കോരി മാറ്റാം. ഇനി നമ്മൾ അരി അളന്നതിൻ്റെ ഇരട്ടി വെള്ളത്തിനേക്കാൾ കുറച്ച് വെള്ളം കുറച്ചിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു 6 കപ്പ് അരിയാണ് അളന്നെടുത്തിട്ടുള്ളതെങ്കിൽ ഒരു 10 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഏകദേശ കണക്കാണ് പറഞ്ഞത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി അളന്നതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം അരി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ കരിക്കട്ട കത്തിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ബൗളിലേക്ക്, അതുപോലെ തന്നെ
ഇതിലും ചെയ്തു കൊടുക്കാം. സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് മൂടി തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ചെറിയ ബൗൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള കരിക്കട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചാൽ അതിൽ നിന്ന് പുക വരും. ആ സമയത്ത് തന്നെ പെട്ടെന്ന് മൂടി വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കരിക്കട്ട നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കബ്സ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.